പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇറാനിലേക്ക് പോയ US സൈന്യം കൊടും പട്ടിണിയിലാണോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത്തരം ഒരു ചോദ്യം വരാനുള്ള കാരണം മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഒരു ചിത്രമാണ് ഇതിന് ആസ്പദമായി തന്നെ പറയുന്നത്. കാരണം US സൈന്യം ഭക്ഷണവും വെള്ളവും കിട്ടാതെ തന്നെ വലയുന്നതായി ഈ ചിത്രം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ ചിത്രം US സൈന്യത്തിലുള്ള ഒരു സൈനികൻ തന്നെ തന്റെ കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുത്തതാണ്. പിന്നീട് ചിത്രം വലിയ രീതിയിൽ പുറത്തു വരികയും വൈറലായി മാറുകയും ചെയ്തു. ഇതോടെയാണ് ചോദ്യങ്ങൾ കൂടുതൽ പ്രസക്തമാകുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിനായി തന്നെ വിന്യസിപ്പിക്കപ്പെട്ട അമേരിക്കൻ സൈനികർക്കെതിരെ ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല എന്ന പരാതി ഇതോടുകൂടി തന്നെ ഉയരുകയാണ്. യുദ്ധക്കപ്പലായ USS ട്രിപ്പോളിയിലുള്ള സൈന്യത്തിന് കഴിക്കാൻ നൽകിയ ഭക്ഷണത്തിന്റെ ചിത്രം, അതിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ, അതിന്റെ അടക്കം ചിത്രമാണ് പുറത്തു വരുന്നത്. USS എബ്രഹാം ലിങ്കണിലും സ്ഥിതി വ്യത്യസ്തമല്ല. യുദ്ധക്കപ്പലിലെ ശുചിമുറി കേടായതുകൊണ്ട് സൈനികർ ബുദ്ധിമുട്ടിലായ വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ വലിയ പ്രതിഷേധത്തിന് ഇത് കാരണമായിരിക്കുകയാണ്. ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അലയടിക്കുന്നത്. USS ട്രിപ്പോളിയിൽ നിന്ന് മകൾ അയച്ചെന്ന പേരിൽ ഒരു കുടുംബം പുറത്തുവിട്ട ചിത്രമാണ് അവിടുത്തെ തന്നെ US തന്നെ ഒരു മാധ്യമം പുറത്തുവിടുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ക്യാരറ്റ് കഷ്ണങ്ങളും മാത്രമല്ല ഉണക്ക ഇറച്ചി പാചകം ചെയ്തതും പ്രോഗ്രസ്ഡ് മീറ്റും അതിന്റെ ഒരു കഷ്ണവുമാണ് ഈ പ്ലേറ്റിലുള്ളത്. വളരെ പരിമിതമായ ഭക്ഷണമാണ് സൈനികർക്ക് ലഭിക്കുന്നതെന്നും ചിലപ്പോൾ മിതമായ ഭക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി പോലും അതുകൂടി എല്ലാവരും ഒത്തുചേർന്ന് വീതം വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് നാവികരിൽ ഒരാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് തന്റെ അമ്മയോടാണ് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭക്ഷണത്തിന് ഇത്രയും ബുദ്ധിമുട്ടിയ സമയം ഉണ്ടായിട്ടില്ല എന്നും നാവികർ പറഞ്ഞതായും ഇതിൽ തന്നെ വിശദീകരണം നൽകുന്നുണ്ട്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ഏകപക്ഷീയമായി തന്നെ യുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് USS ട്രിപ്പോളി അടക്കമുള്ള യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് എത്തിയത്. US സെൻട്രൽ കമാൻഡിന്റെ കണക്കനുസരിച്ച് 3500 നാവികരും അതേപോലെ തന്നെ മറീനുകളുമാണ് കപ്പലിൽ ഉള്ളത്. സൈനികരുടെ ദുരിതം മനസ്സിലാക്കി ആവശ്യ വസ്തുക്കൾ കപ്പലിലേക്ക് അയച്ചുവെങ്കിൽ പോലും ഇവയൊന്നും തന്നെ യുദ്ധമുഖങ്ങൾക്ക് അല്ലെങ്കിൽ യുദ്ധമുഖത്തുള്ളവർക്ക് ലഭിച്ചിരുന്നില്ല എന്നതാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. യുദ്ധത്തെ തുടർന്ന് പലയിടങ്ങളിലും വ്യോമപാത അടച്ചിടേണ്ടി വരികയും ചരക്ക് നീക്കം പ്രതിസന്ധിയിലാവുകയും ചെയ്തതോടെയാണ് സൈനികർ വലഞ്ഞിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് സൈനികരുടെ കുടുംബാംഗങ്ങൾ ഉയർത്തുന്നതെന്നും USA ടുഡേ വ്യക്തമാക്കുന്നുണ്ട്. സൈനികർക്ക് ഭക്ഷണമില്ല, ഒരു പാഴ്സൽ പോലും എത്തിക്കാനാവില്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നിട്ടും പേര് ലോകത്തെ ഏറ്റവും വലിയ കരുത്തരായ സൈന്യമാണ് എന്നതാണ് ഇപ്പോൾ ഈ ഒരു കുടുംബത്തിലെ അംഗം പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഈ ചിത്രം പങ്കുവെച്ച സൈനികന്റെ കുടുംബാംഗങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം യുദ്ധമുഖത്തേക്ക് നിലവിൽ സാധനങ്ങൾ എത്തിക്കാൻ പറ്റില്ല എന്നതാണ് വാസ്തവമെന്നും സുരക്ഷിത കേന്ദ്രങ്ങളിൽ അവ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും US സൈനിക വക്താവ് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ദീർഘകാലത്തേക്കുള്ള സൈനിക വ്യതിയാനങ്ങൾക്ക് പാരമ്യമായ നിലയിലാണ് ഇത്തരം യുദ്ധക്കപ്പലുകൾ സജ്ജമാക്കുന്നത്. മിതമായ തയ്യാറെടുപ്പുകൾ ഒന്നുമില്ല എന്നതാണ് ട്രംപ് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതിനെ ഇത്തരത്തിലൊരു വാദം ശരിവെക്കുന്ന തരത്തിലാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്നതാണ് രാജ്യാന്തര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.